നമ്മളിപ്പോൾ ക്യൂൻസ് വേയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മറൈൻ ഡ്രൈവിനടുത്തായിട്ടാണ് ഈ സ്പോട്ട് വരുന്നത്. ഞങ്ങളുടെ സ്ഥിരം സ്പോട്ടുകളിലൊന്നാണ് ക്യൂൻസ് വാക്ക് വേ. ഇതൊരു 1.8 കിലോമീറ്റർ ലെങ്ത് വരുന്നൊരു വാക്ക് വേ ആണ്. കൊച്ചിയിലെ റഷിൽ നിന്നൊക്കെ മാറി ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ ഒന്ന് ചിൽ ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം. ഇപ്പോൾ ടൈം ഒരു 5 മണി ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോളേജ് സ്റ്റുഡൻസും ഓഫീസ് കഴിഞ്ഞ് വരുന്നവരും ഇവിടെ എത്താൻ തുടങ്ങിയിട്ടുണ്ട്. വാക്ക് വേയിലേക്ക് കയറുമ്പോൾ തന്നെ നല്ല തണുത്ത കാറ്റ് ഇവിടെ വീശുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ ബാക്ക് വാട്ടർ നമ്മൾ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. വെള്ളത്തിലേക്ക് നോക്കി നിൽക്കുമ്പോൾ നമുക്ക് ചെറിയ തിരമാലകൾ ശബ്ദമുണ്ടാക്കുന്നത് കാണാൻ പറ്റും. ഇവിടെ രണ്ടുപേര് കളിച്ചുകൊണ്ടിരിക്കുവാണ്, അവരും അവരുടെ ലോകവും. അന്തരീക്ഷത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ക്ലൈമറ്റ് ഇങ്ങനെ ഇരുണ്ടോടി വരുവാണ്. ആകാശം കണ്ടോ, എപ്പോൾ വേണമെങ്കിലും മഴയും സ്റ്റാർട്ട് ചെയ്യാം എന്ന രീതിയിലാണ് നിൽക്കുന്നത്. അത്രയ്ക്ക് ക്ലൗഡി ആയിട്ടുണ്ട്. എന്നിരുന്നാലും ഇതിൻ്റെയൊക്കെ ഇടയിൽ വാക്ക് വേയിൽ നടക്കുന്നത് ഒരു സുഖമാണ്. ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ. പാത്ത് വേ വാസ് ഓൾസോ വെരി ക്ലീൻ ആൻഡ് നീറ്റ്. സൺലൈറ്റ് ഉള്ളപ്പോൾ ഈ സ്ഥലം വേറെ ഒരു ഫീലാണ്. സാധാരണ ഈ ടൈമിൽ വരുമ്പോൾ നമുക്ക് സൺസെറ്റൊക്കെ കാണാൻ പറ്റുമായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അപ്പോഴേക്കും റെയിൻ സ്റ്റാർട്ട് ചെയ്തു. നോവക്കുട്ടനെ എടുത്തുകൊണ്ട് ഞങ്ങൾ ഓടി കാറിൽ കയറി. ഈവനിങ് ആയതോടെ തന്നെ നോവക്കുട്ടന് ചെറിയ രീതിയിൽ വിശക്കാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ ഞാൻ അവനൊരു സ്നാക്കൊക്കെ കൊടുത്ത് ഒന്ന് സമാധാനിപ്പിച്ചിരുത്തി. ചേട്ടായുടെ അടുത്ത് ഞാൻ ചെറുപ്പത്തിലെ റെയിൻ റെയിൻ ഗോ എവേ കം അഗൈൻ അനദർ ഡേ എന്ന സോങ് പാടി മഴ സ്റ്റോപ്പ് ചെയ്ത കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്ന് മഴ നിന്നു. ഓക്കെ, എനിവേസ് ഞങ്ങൾ ഹാപ്പി ആയിട്ട് പുറത്തിറങ്ങി നോവക്കുട്ടന് ഒരു പഴംപൊരി മേടിച്ചു കൊടുത്തു. ധ്യാൻ ചേട്ടൻ പറഞ്ഞ പോലെ ബനാന ഫ്രിറ്റേഴ്സ്. ഈവനിങ് ടൈം ആകുമ്പോൾ ക്യൂൻസ് വേയിലെ ഷോപ്സ് എല്ലാം ഓണായി തുടങ്ങും. എന്നെ ഇഷ്ടപ്പെട്ടൊരു ഷോപ്പാണ് മൊമോ ഷോപ്പ്. സോ ഞങ്ങൾ ഇവിടെ എപ്പോൾ വന്നാലും മസ്റ്റായിട്ട് കഴിക്കുന്ന ഒരു ഐറ്റമാണ് ഇവിടുത്തെ മൊമോസ്. എനിക്ക് ഫ്രൈഡ് മതിയെന്നും ചേട്ടായിക്ക് ബോയിൽഡ് മതിയെന്നും പറഞ്ഞ് ഞങ്ങൾ അവസാനം ഷെസ്വാൻ മൊമോസ് വാങ്ങിച്ചു. അത് കുറച്ച് സ്പൈസി വേർഷൻ ആണെങ്കിലും ദ ടേസ്റ്റ് വാസ് സോ ഗുഡ്. ഞാനങ്ങനെ ഈവനിങ് ചായ കുടിക്കുന്ന ഒരാളല്ല. അതിന് പകരമായിട്ട് നോവക്കുട്ടൻ ചായ കുടിക്കുന്നുണ്ട്. അവനിങ്ങനെ വലിയ ആളുകളുടെ പോലെ ചായ ഊതി കുടിക്കുന്ന കാണുമ്പോൾ ഞാൻ അവൻ്റെ ആക്ഷൻസ് ശ്രദ്ധിച്ച് നിൽക്കുമായിരുന്നു. ചേട്ടായി പിന്നെ ഒരു മുളക് വെച്ച് കഴിച്ചു. എനിക്ക് അധികം സ്പൈസി പറ്റാത്തത് കൊണ്ട് ഷെസ്വാന് ശേഷം ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇട്ടു. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വിശേഷം. ബൈ.